തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026-ലെ പൊതുഫലങ്ങളും പരിഹാരങ്ങളും താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം. 2026-ലെ പൊതുഫലം. ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മിശ്രഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. ഭാഗ്യോദയം. ജൂൺ മാസത്തിനുശേഷം വ്യാഴത്തിന്റെ മാറ്റം വരുന്നതോടെ തടസ്സങ്ങൾ നീങ്ങുകയും ഭാഗ്യം തെളിയുകയും ചെയ്യും. അതുവരെ ക്ഷമയോടെയുള്ള പ്രവർത്തനം ആവശ്യമാണ്. ധനയോഗം. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. സെപ്റ്റംബർ മാസത്തിനുശേഷം പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്. ബാധദോഷങ്ങൾ ആൻഡ് വിവാഹം. തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയിൽ വരുന്നതിനാൽ ശനിദശയുടെയോ കണ്ടകശനിയുടെയോ സ്വാധീനമുണ്ടെങ്കിൽ ചെറിയ മാനസിക വിഷമങ്ങൾ നേരിടാം. വിവാഹം. അവിവാഹിതരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് വിവാഹനിശ്ചയത്തിന് വളരെ അനുകൂലമാണ്. മംഗളകർമ്മങ്ങൾ നടക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണിത്. ഇഷ്ടദൈവം ആൻഡ് ക്ഷേത്ര സന്ദർശനം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതുകൊണ്ടുതന്നെ വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതകളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഇഷ്ടദൈവം ശ്രീമഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ. നക്ഷത്രദേവതയായ ഇന്ദ്രനെ പ്രാർത്ഥിക്കുന്നതും കാര്യവിജയത്തിന് സഹായിക്കും. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ചകളിൽ ദർശനം നടത്തുക. തടസ്സങ്ങൾ നീങ്ങാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഗുണകരമാണ്. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. ജപിക്കേണ്ട മന്ത്രങ്ങൾ. ദിവസവും ശുദ്ധി വരുത്തിയ ശേഷം താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യം വർദ്ധിക്കാനും സഹായിക്കും. 1. വിഷ്ണു ഗായത്രി മന്ത്രം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. 2. ബുധമന്ത്രം. ഗ്രഹദോഷശാന്തിക്ക്. പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. 3. തൃക്കേട്ട നക്ഷത്രമന്ത്രം. ഓം ഇന്ദ്രായ നമഃ. പ്രത്യേക ശ്രദ്ധയ്ക്ക്. ജന്മനക്ഷത്ര ദിവസം. തൃക്കേട്ട നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ഉത്തമമാണ്. ഈ വർഷം മൊത്തത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ വെല്ലുവിളികളുണ്ടാകില്ലെങ്കിലും വർഷത്തിന്റെ പകുതി വരെ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്നത് നന്നായിരിക്കും. ഈ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ? തൃക്കേട്ട ജ്യേഷ്ഠ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നേതൃപാടവവും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. ഇവരുടെ സ്വഭാവഗുണങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ താഴെ പറയുന്നവയാണ്. പ്രധാന തൊഴിൽ മേഖലകൾ. ഭരണനിർവഹണം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. നേതൃത്വഗുണമുള്ളതിനാൽ സർക്കാർ തലത്തിലോ വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഉള്ള ഉയർന്ന പദവികൾ, മാനേജർ തസ്തികകൾ എന്നിവ ഇവർക്ക് നന്നായി ഇണങ്ങും. പ്രതിരോധം, സുരക്ഷാ സേവനങ്ങൾ, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, പോലീസ്, പട്ടാളം, സെക്യൂരിറ്റി ഏജൻസികൾ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. ധീരതയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഇവിടെ ഗുണകരമാകും. മാധ്യമപ്രവർത്തനം, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പത്രപ്രവർത്തനം, എഴുത്ത്, പ്രസംഗം, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകൾ തൃക്കേട്ടക്കാർക്ക് വളരെ അനുയോജ്യമാണ്. കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവാണിതിന് കാരണം. സാങ്കേതിക മേഖല, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, IT, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ. ബിസിനസ് ആൻഡ് വ്യാപാരം, ബിസിനസ് ആൻഡ് ട്രേഡ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നതിനോ റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനോ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. തൊഴിൽപരമായ പ്രത്യേകതകൾ. സ്വതന്ത്രമായ ജോലി. മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ജോലികളോ ബിസിനസ്സോ ആണ് ഇവർ കൂടുതൽ താൽപ്പര്യപ്പെടുക. ഉത്തരവാദിത്തങ്ങൾ. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടും കൃത്യതയോടും കൂടി ചെയ്തു തീർക്കാൻ ഇവർ ശ്രദ്ധിക്കും. സാമ്പത്തിക നേട്ടം. കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തികമായി മെച്ചപ്പെടാൻ ഇവർക്ക് സാധിക്കും. പൊതുവെ മധ്യവയസ്സിന് ശേഷം തൊഴിൽപരമായി വലിയ ഉയർച്ചകൾ ഇവരെ തേടിയെത്തും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മുൻകോപം നിയന്ത്രിക്കുക. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ക്ഷമ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്ന വാശി ഒഴിവാക്കി ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ വിജയങ്ങൾ കൈവരിക്കാം. പരിഹാരം. തൊഴിൽപരമായ തടസ്സങ്ങൾ മാറുന്നതിനായി ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് സ്വഭാവം, കുടുംബജീവിതം കൂടുതൽ അറിയണോ? നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണ്? അതോ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.